what is the ratio compounded six is to 5 the duplicate ratio of 3 is to 4 വേണ്ട 3 is to 7 and triplicate ratio 8 is to 9 8 is to 1 എന്നിരുന്നോട്ടെ 1 ഓക്കെ യെസ് അപ്പോൾ എന്താണ് വാട്ട് ഈസ് ദ റേഷ്യോ കോമ്പൗണ്ടഡ് 6 is to 5 the duplicate ratio the duplicate ratio of 3 is to 7 and triplicate ratio of 8 is to 1 അല്ലേ യെസ് അപ്പോൾ ഈ റേഷ്യോ കോമ്പൗണ്ടഡ് അല്ലേ ഈ റേഷ്യോ കോമ്പൗണ്ടഡ് ഒരു റേഷ്യോയുടെ കോമ്പൗണ്ടഡ് ഫോം ഇപ്പോൾ എ ബൈ ബി രണ്ട് റേഷ്യോസ് ഉണ്ട് സി ബൈ ഡി ഇ ബൈ എഫ് എന്ന് 3 റേഷ്യോസ് ഉണ്ടെന്ന് വിചാരിക്കും ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനിൽ 3 റേഷ്യോസ് ആണ് സോ ഞാൻ 3 റേഷ്യോസിൻ്റെ ഒരു എക്സാമ്പിൾ കാണിക്കാം അപ്പോൾ ഇങ്ങനെ 3 റേഷ്യോ ഉണ്ട് അതിൻ്റെ കോമ്പൗണ്ടഡ് ഫോം എഴുതാൻ പറഞ്ഞാൽ അതിൻ്റെ ഡിനോമിനേറ്റേഴ്സിൻ്റെ പ്രോഡക്റ്റ് എ ഇൻറ്റു സി ഇൻറ്റു ഇ ഡിവൈഡഡ് ബൈ ബി ഇൻറ്റു ഡി ഇൻറ്റു എഫ് സിമ്പിളാണ് കോമ്പൗണ്ട് റേഷ്യോ അല്ലെങ്കിൽ റേഷ്യോയുടെ കോമ്പൗണ്ടഡ് ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര റേഷ്യോസ് തന്നിട്ടുണ്ടോ അതിൻ്റെ ന്യൂമറേറ്റേഴ്സിൻ്റെ പ്രോഡക്റ്റ് കണ്ടുപിടിച്ച് മുകളിൽ എഴുതുക അതിൻ്റെ ഡിനോമിനേറ്റേഴ്സിൻ്റെ പ്രോഡക്റ്റ് കണ്ടുപിടിച്ച് താഴെത്തുക ചില സമയത്ത് ചില വാല്യൂസ് നമുക്ക് ക്യാൻസലായി പോകും ഏതെങ്കിലുമൊക്കെ വാല്യൂസ് അങ്ങനെ ക്യാൻസലായി പോകുന്നുണ്ടെങ്കിൽ യെസ് അത് ക്യാൻസലായി പോട്ടെ അപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് കാര്യങ്ങളുടെ കോമ്പൗണ്ട് ഇവിടെ നമുക്ക് ആദ്യം ഒരു റേഷ്യോ തന്നിട്ടുണ്ട് 6 is to 5 എന്ന് തന്നിട്ടുണ്ട് സോ എൻ്റെ ആദ്യത്തെ ന്യൂമറേറ്റർ 6 ആണ് ആദ്യത്തെ ഡിനോമിനേറ്റർ 5 ആണ് 5 ഇൻറ്റു ഇനി ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ ഓഫ് 3 is to 7 ഒരു റേഷ്യോയുടെ ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്ക്വയർ ആണ് അപ്പോൾ 3/7 ദ ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ 9 ഡിവൈഡഡ് ബൈ 49 ഓക്കെ അല്ലെങ്കിൽ നമുക്കിവിടെ ചില ടേംസ് ഞാൻ പറഞ്ഞു ക്യാൻസൽ ആവും എന്ന് പറഞ്ഞു ഇപ്പോൾ സ്ക്വയർ കണ്ടുപിടിക്കാൻ പറഞ്ഞു ക്യൂബ് കണ്ടുപിടിക്കാൻ പറഞ്ഞു അങ്ങനത്തെ സിറ്റുവേഷനിൽ നിങ്ങൾ എല്ലാ സമയത്തും സ്ക്വയർ ക്യൂബ് കണ്ടുപിടിക്കണം എന്നില്ല 3 into 3 എന്ന് എഴുതിയാൽ മതി 3 into 3 7 into 7 ക്യാൻസലായി ഏതെങ്കിലും ടേംസ് ക്യാൻസലായി പോവുണ്ടെങ്കിൽ ക്യാൻസലായി പോകട്ടെ ട്രിപ്ലിക്കേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു റേഷ്യോയുടെ ട്രിപ്ലിക്കേറ്റ് എന്ന് പറയുമ്പം അതിൻ്റെ ക്യൂബാണ് സോ നമുക്ക് മുകളിൽ എന്ത് കിട്ടും 8 into 8 into 8 ഇവിടെ എന്താണ് 1 into 1 into 1 ഓക്കെ അപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് ടേംസ് ഒന്നും ക്യാൻസൽ ആവുന്നില്ല അല്ലേ ഇവിടെ പ്രത്യേകിച്ച് ടേംസ് ഒന്നും ക്യാൻസൽ ആവണില്ല നമുക്കൊരു കാര്യം ചെയ്യാം ഇവിടെ 1ന് പകരം ഇവിടെ നമുക്ക് തൽക്കാലം 3 എന്ന് കൊടുക്കാം നമ്മുടെ കാൽക്കുലേഷൻസ് കുറച്ച് ഈസി ആക്കാൻ ഞാൻ 1ന് പകരം അവിടെ 3 എന്ന് കൊടുക്കുന്നു 3 into 3 ഓക്കെ അതേപോലെ ഇവിടെ ഈ ഒരു എക്സാമ്പിളിൽ 7ന് പകരം നമുക്ക് 4 എന്നാക്കാം 3 is to 4 ഓക്കെ കുറേ ലെങ്തി എക്സാമിനേഷൻസിൽ ക്യാൻസൽ ചെയ്യുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും തരിക ഞാൻ 3 റാൻഡം റേഷ്യോസ് ചൂസ് ചെയ്തു എന്നേ ഉള്ളൂ അപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ കിട്ടി ഇത് ആദ്യത്തെ ടേം ആണ് അല്ലേ 6ഉം 5ഉം ഇത് രണ്ടാമത്തതാണ് അതിൻ്റെ സ്ക്വയർ ഞാൻ എടുത്തു ഇത് മൂന്നാമത്തതാണ് മൂന്നാമത്തെ ആളുടെ ക്യൂബ് ഞാൻ എടുത്തു ക്ലിയർ ആയല്ലോ ക്യാൻസൽ ചെയ്യാൻ പറ്റുന്ന സിമിലർ ആയ ടേംസ് ഒക്കെ ഞാൻ ക്യാൻസൽ ചെയ്യാൻ പോവാണ് ഈ 3 ക്യാൻസലായി ഈ 3 ക്യാൻസലായി ഈ 6ഉം ഈ 3ഉം ക്യാൻസലായി എനിക്ക് മുകളിൽ എന്ത് കിട്ടി എനിക്ക് 2 എന്ന് കിട്ടി ഇനി ഈ 4ഉം ഈ 8ഉം ക്യാൻസലായി ഇവിടെ 2 കിട്ടി അഗെയിൻ ഈ 4ഉം 8ഉം ക്യാൻസലായി എനിക്ക് 2 കിട്ടി ഇനി എന്തൊക്കെയാണ് ബാക്കിയുള്ളത് ന്യൂമറേറ്ററിൽ 2 into 3 2ഉം പിന്നെ ഒരു 8ഉം ബാക്കിയുണ്ട് ഡിനോമിനേറ്ററിൽ ഒരു 5 ബാക്കിയുണ്ട് 2 into 2 into 2 എന്താണ് 8 ആണ് 8 into 8ൻ്റെ സ്ക്വയർ 64 ആണ് സോ 64 is to 5 ക്ലിയർ ആയല്ലോ 64 is to 5 is my answer is it clear guys അപ്പോൾ 3 ടേംസ് ഓർത്തിരിക്കുക ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറഞ്ഞാൽ ഇത് റേഷ്യോയുടെ ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്ക്വയർ ആണ്
ഒരു റേഷ്യോയുടെ ട്രിപ്ലിക്കേറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ക്യൂബാണ്. കോമ്പൗണ്ട് റേഷ്യോയുടെ കോമ്പൗണ്ടഡ് ഫോം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ന്യൂമറേറ്റേഴ്സ് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുക, ഡിനോമിനേറ്റേഴ്സ് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുക. ക്ലിയർ ആയാലോ? സിമ്പിളായൊരു ക്വസ്റ്റ്യൻ ആണ്. സോ ഈ 3 കാര്യങ്ങൾ, ട്രിപ്ലിക്കേറ്റ് എന്താണ്, ഡ്യൂപ്ലിക്കേറ്റ് എന്താണ്, അതേപോലെ ട്രിപ്ലിക്കേറ്റ് എന്താണ്, പിന്നെ നമ്മുടെ കോമ്പൗണ്ടഡ് ഫോം എന്താണെന്ന് നിങ്ങൾക്ക് ഐഡിയ ഉണ്ടെങ്കിൽ ഈസിയായി മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റും. എക്സാമിനേഷനിൽ സോൾവ് ചെയ്യണ സമയത്ത് ക്യാൻസലായി പോകുന്ന രീതിയിലുള്ള ടേംസ് ആയിരിക്കും മോസ്റ്റ് ഓഫ് ദ ടൈംസ് അവർ തരാറ്. അങ്ങനെ തന്നിട്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കണ്ടുപിടിക്കേണ്ടി വരും. പക്ഷെ മിക്കപ്പോഴും അങ്ങനെ തരും. അപ്പോൾ ക്യാൻസലായി പോകുന്ന നിങ്ങൾ ആദ്യമേ തന്നെ 7ൻ്റെ ക്യൂബ് എന്താണ് അല്ലെങ്കിൽ 8ൻ്റെ ക്യൂബ് എന്താണെന്നൊക്കെ കണ്ടുപിടിക്കാൻ നിൽക്കാതെ ആദ്യം നിങ്ങളതിനെ അറേഞ്ച് ചെയ്ത് എഴുതുക. സിമിലറായ ടേംസൊക്കെ ക്യാൻസൽ ചെയ്യുക. ക്യാൻസൽ ചെയ്യുന്ന ടേംസൊക്കെ ക്യാൻസൽ ചെയ്ത് കളഞ്ഞതിന് ശേഷം പ്രോഡക്റ്റ് കണ്ടുപിടിക്കാം. ഓക്കെ, യെസ്. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് j by k is equal to റെഡിൽ എഴുതാം ക്വസ്റ്റ്യൻ. ഓക്കെ, if j by k is equal to L by m is equal to n by o, അത് O ആണ്, then the value of j power n p plus L power n q plus n power ഒരു കാര്യം ചെയ്യാം, ഇവിടെ എന്നിന് പകരം നമുക്ക് വേണമെങ്കിൽ എ എന്നാക്കാം. ജെ പവർ എ, എൽ പവർ എ, എൻ നിങ്ങൾക്ക് കൺഫ്യൂസ് ആവണ്ടെന്ന് ഓർത്തിട്ടാണ്. ആർ ദ ഹോൾ ഡിവൈഡഡ് ബൈ കെ പവർ എ പി പ്ലസ് എം പവർ എ ക്യൂ പ്ലസ് O power A R the whole to the power 1 by A. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. സോ ദിസ് ഈസ് അവർ ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ കാണുമ്പം അല്ലേ, ക്വസ്റ്റ്യൻ സീംസ് ടു ബി വെരി ടഫ്. ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഭയങ്കര ടഫാണെന്ന് തോന്നും, ഭയങ്കര ഒരു കോംപ്ലിക്കേറ്റഡ് ആയൊരു ക്വസ്റ്റ്യനാന്ന് തോന്നും. പക്ഷേ ഭയങ്കര സിമ്പിളായൊരു ക്വസ്റ്റ്യനാണ്. നമുക്ക് നോക്കാം. നമുക്ക് എന്താണ് തന്നിട്ടുള്ളത്? നമുക്ക് തന്നിട്ടുണ്ട് ജെ ബൈ കെ is equal to L by m is equal to n by o എന്ന് തന്നിട്ടുണ്ട്. അപ്പം ഞാൻ എന്താണ് ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ j by k is equal to L by m is equal to n by o നെ സപ്പോസ് let it be equal to x എന്ന് പറയുന്ന ഒരു വാല്യൂവിന് ഈക്വൽ ആണെന്ന് ഞാൻ അതിനെ കൺസിഡർ ചെയ്യാം. ഈ 3 വാല്യൂസ്, അതായത് j by k, L by m, n by o എന്ന് പറയുന്നത് ഈക്വൽ ആണ്. ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ, ഇപ്പം ഞാൻ 3 നമ്പേഴ്സ് എടുക്കുവാണ്. 6 by 3 is equal to 8 by 4 is equal to 10 by 5. ഓക്കെ, ഈ 3 നമ്പേഴ്സും ഈക്വൽ ആണെന്ന് പറഞ്ഞാൽ എന്താണ്? 6 ഡിവൈഡഡ് ബൈ 3 ചെയ്യുമ്പം എനിക്ക് 2 ആണ് കിട്ടിയത്. 8 ഡിവൈഡഡ് 4 ചെയ്യുമ്പോൾ എനിക്ക് 2 കിട്ടി. 10 ഡിവൈഡഡ് ബൈ 5 ചെയ്യുമ്പോൾ 2 കിട്ടി. അപ്പോൾ ഈ 3 ഓപ്പറേഷൻ അല്ലെങ്കിൽ ഈ 3 നമ്പേഴ്സ് അല്ലെങ്കിൽ ഈ 3 ടേംസ് ഈ 3 ഇക്വേഷൻസ് ഞാൻ സോൾവ് ചെയ്ത് കഴിയുമ്പം എനിക്ക് കിട്ടുന്ന ആൻസർ സെയിം ആയിരിക്കും. ദ വാല്യൂ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്താണ്? ഈസ് ഈക്വൽ ടു സെയിം ആൻസർ. ഇവിടെ കിട്ടിയ ആൻസർ എന്താണ്? 6 by 3 ആയാലും 8 by 4 ആയാലും 10 by 5 ആയാലും ദറ്റ് ഈസ് ഈക്വൽ ടു 2. അപ്പോൾ ആ ഒരു ലോജിക്ക് ഇവിടെ അപ്ലൈ ചെയ്തിട്ടാണ് ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നത്? ജെ ബൈ കെ ഈസ് ഈക്വൽ ടു എൽ ബൈ എം ഈസ് ഈക്വൽ ടു എൻ ബൈ ഒ എന്ന് പറയുന്നത് എക്സിലേക്ക് ഞാൻ ഇക്വേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇനി ഞാൻ ഓരോരോ ടേം ആയിട്ട് ഇക്വേറ്റ് ചെയ്യാൻ പോവാണ്. ജെ ബൈ കെ ഈസ് ഈക്വൽ ടു എക്സ് ആണെങ്കിൽ ജെ എന്താണ്? കെ ഇൻറ്റു എക്സ് ആണ് അല്ലേ? യെസ്, ഞാൻ കാര്യം ചെയ്യാം, എക്സ് വേണ്ട വൈ എന്ന് കൊടുക്കാം. യെസ്, എക്സ് ആകുമ്പോൾ നിങ്ങൾക്ക് ഇൻറ്റുവും എക്സും കൺഫ്യൂസ് ആവും. കെ ഇൻറ്റു വൈ അല്ലേ? ഇപ്പോൾ നമ്മൾ നേരത്തെ ഒരു എക്സാമ്പിൾ പറഞ്ഞു. 6 ഡിവൈഡഡ് ബൈ 3 ഈസ് ഈക്വൽ ടു 2 ആണെങ്കിൽ എനിക്ക് പറയാം 6 ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു 2. ആ ഒരു ലോജിക്കാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്ത് കെ ഇൻറ്റു വൈ. മനസ്സിലായോ? അപ്പോൾ ജെ ഈസ് ഈക്വൽ ടു എന്താണെന്ന് കിട്ടി. ഇനി ഞാൻ എൽ ഇസ് ഈക്വൽ ടു കണ്ടുപിടിക്കാൻ പോവാണ്. എൽ ബൈ എം ഇസ് ഈക്വൽ ടു സെയിം വൈ ആണ്. സോ എൽ ഇസ് ഈക്വൽ ടു എന്താണ്? എം വൈ ആണ് അല്ലേ?
ഇനി എനിക്ക് കണ്ടുപിടിക്കാനുള്ളത് n ആണ്. n/o = y ആണ്. സോ അതിൽ നിന്ന് എനിക്ക് n കിട്ടും. n = OY ആണ്. ക്ലിയർ ആയല്ലോ? യെസ്. അപ്പോൾ ഇനി എനിക്കിവിടെ ക്വസ്റ്റ്യനിൽ അവരൊരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യനിൽ അവർ തന്ന ഇക്വേഷനിൽ ജെയുടെ അവിടെയും എല്ലിൻ്റെ അവിടെയും എന്നിൻ്റെ അവിടെയും ഞാനിവിടെ കണ്ടുപിടിച്ച വാല്യൂസ് ഞാൻ എഴുതാൻ പോവാണ്. ജെയുടെ അവിടെയും എല്ലിൻ്റെ അവിടെയും എന്നിൻ്റെ അവിടെയും ഞാനിവിടെ കണ്ടുപിടിച്ച വാല്യൂസ് എഴുതാൻ പോവാണ്. നോക്കിക്കോളൂ. ജെ എന്ന് പറയുമ്പോൾ എന്താണ്? KY⁴ A × P പ്ലസ് എൽ എന്ന് പറയുമ്പോൾ എന്താണ്? MY⁴ A × Q പ്ലസ് n എന്ന് പറയുമ്പോൾ OY⁴ A × R. അപ്പോൾ ഇവിടെ നിങ്ങൾ വിചാരിക്കും നമ്മൾ JL അതേപോലെ എന്നിനെ നമ്മൾ എന്ത് ചെയ്തു? K, M ആൻഡ് ഓഡ് ടേംസിൽ നമ്മൾ എഴുതി. നിങ്ങൾക്ക് വേണമെങ്കിൽ നേരെ തിരിച്ചും ചെയ്യാൻ കേട്ടോ. ഇവിടെ ഞാൻ JL എന്നിനെ അതിൻ്റെ താഴത്തുള്ള ആൾക്കാരായ KM റെസ്പെക്റ്റീവായ അതിൻ്റെ താഴത്തുള്ള അതിൻ്റെ ഡിനോമിനേറ്ററിലുള്ള ആ ഒരു ഫ്രാക്ഷൻ്റെ ഡിനോമിനേറ്ററിലുള്ള വാല്യൂ എന്താണോ അതിന് വാട്ട് ഈസ് J = ഇൻ ടേംസ് ഓഫ് K, വാട്ട് ഈസ് L = ഇൻ ടേംസ് ഓഫ് M, വാട്ട് ഈസ് N = ഇൻ ടേംസ് ഓഫ് O ആണ് ഞാൻ ആക്ച്വലി ഇവിടെ കണ്ടുപിടിച്ചത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നേരെ തിരിച്ചും ചെയ്യാം. വാട്ട് ഈസ് K = ഇൻ ടേംസ് ഓഫ് J, അല്ലെങ്കിൽ വാട്ട് ഈസ് M = ഇൻ ടേംസ് ഓഫ് L, അല്ലെങ്കിൽ വാട്ട് ഈസ് O = ഇൻ ടേംസ് ഓഫ് N നിങ്ങൾക്ക് ചെയ്യാം. ഞാൻ അങ്ങനെ ചെയ്യാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് J = ഇൻ ടേംസ് ഓഫ് Kയിൽ കണ്ടുപിടിക്കുമ്പം കാൽക്കുലേഷൻസ് കുറച്ചും കൂടെ ഈസി ആയിരിക്കും. നമ്മൾ നേരെ തിരിച്ച് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ സെയിം ആയിരിക്കും. പക്ഷെ നമ്മൾ സോൾവ് ചെയ്യുമ്പം ഫ്രാക്ഷൻസ് ഉണ്ടാവും, കാൽക്കുലേഷൻസ് കുറച്ച് പാടായിരിക്കും. ഞാൻ അതും കൂടെ ചെയ്ത് കാണിക്കാം, നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ഇവിടെ നോക്കിക്കോളൂ. നമ്മുടെ ഡിനോമിനേറ്ററിൽ എന്താണ്? K⁴AP പ്ലസ് M⁴AQ പ്ലസ് O⁴AR അല്ലേ? ⁴ 1/A ആണ് നമുക്ക് കാണാനുള്ളത്. ക്ലിയർ ആയല്ലോ? ഓക്കെ. അപ്പോൾ ഇനി നോക്കിക്കോളൂ. അപ്പോൾ ഇനി ഇവിടെ എനിക്ക് പവർ ഉണ്ടല്ലേ. ഇപ്പോൾ നമുക്കറിയാം AB നമ്മൾ എക്സ്പോണൻസിൽ പഠിച്ചതാണ്. AB⁴ M എന്ന് പറയുന്നതിന് എനിക്ക് A⁴M × B⁴M എന്ന് എനിക്ക് എഴുതാൻ പറ്റും. നമ്മുടെ ബേസിക് മാത്സ് എത്രത്തോളം സ്ട്രോങ് ആണോ അത്രത്തോളം സുഖമായി നമുക്ക് എന്താ പറയുക, ഏത് എക്സാമിനേഷൻ ക്രാക്ക് ചെയ്യാൻ പറ്റും? ബാങ്ക് എക്സാമിനേഷൻ ക്രാക്ക് ചെയ്യാൻ പറ്റും. സോ എനിക്ക് കിട്ടി K⁴A⁴AP പ്ലസ് M⁴A⁴AQ പ്ലസ് O⁴A⁴AR എന്ന് കിട്ടി. ഡിനോമിനേറ്റർ തൽക്കാലം അവിടെ നിൽക്കട്ടെ. ഞാൻ ആദ്യം ന്യൂമറേറ്റർ മാത്രം കൺസിഡർ ചെയ്യാം. ന്യൂമറേറ്ററിൽ എനിക്ക് 3 ടേംസ് ഉണ്ട്. 3 ടേംസിലും Y⁴A എന്ന് പറയുന്ന ആൾ കോമൺ ആണ്. 3 ടേംസിലും Y⁴A എന്ന് പറയുന്ന ആൾ കോമൺ ആണ്. നമുക്കറിയാം നമ്മൾ മോർ ദാൻ 1 ടേമിനെ ആഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സബ്ട്രാക്ട് ചെയ്യുമ്പം 3 എത്ര ടേംസ് ഉണ്ടോ ആ ടേംസിൽ ഏതെങ്കിലും ഒരു നമ്പർ, ഒരു വേരിയബിൾ, ഒരു വാല്യൂ കോമൺ ആണെങ്കിൽ നമുക്കതിനെ കോമൺ ആയി പുറത്തേക്ക് എടുക്കാൻ പറ്റും. സോ ഞാനിവിടെ Y⁴Aനെ കോമൺ ആയി പുറത്തേക്ക് എടുക്കുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? K⁴AP പ്ലസ് M⁴AQ പ്ലസ് O⁴R എന്ന് കിട്ടും. ഇനി ഞാൻ എൻ്റെ ഡിനോമിനേറ്റർ എഴുതാൻ പോവുകയാണ്. ഡിനോമിനേറ്റർ എഴുതുമ്പോൾ എനിക്ക് കിട്ടി K⁴AP പ്ലസ് M⁴AQ പ്ലസ് O⁴AR ⁴ 1/A. ക്ലിയർ ആയല്ലോ? ഈ സ്റ്റെപ്പ് വരെ എങ്ങനെയാണ് കിട്ടിയതെന്ന് ക്ലിയർ ആയല്ലോ? യെസ്. അപ്പോൾ നമ്മൾ ഒന്നുകൂടെ ഞാൻ പറയാം. ആദ്യം എന്താണെന്ന് നമുക്ക് ഫുള്ളായിട്ട് സോൾവ് ചെയ്തിട്ട് നോക്കാം. അപ്പോൾ ഇവിടെ നോക്കിക്കോളൂ. ന്യൂമറേറ്ററിലുള്ള ഈ ടേമും ഡിനോമിനേറ്ററിലുള്ള ഈ ടേമും സെയിം ആണ്. സോ ഞാൻ ഇവരെ മുഴുവനായി ക്യാൻസൽ ചെയ്തു. സോ എൻ്റെ ഇക്വേഷൻ ഡെഡ്യൂസ് ആയി Y⁴A ⁴ 1/A. നമുക്കറിയാം x² ⁴ 1/2 എന്ന് പറഞ്ഞാൽ അത് സോൾവ് ചെയ്യുമ്പോൾ എന്താണ് കിട്ടുക? x ആണ് കിട്ടുക. നമ്മൾ എക്സ്പോണൻസിൽ പഠിച്ചതാണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു y. ഈ y എന്ന് പറയുന്നത് എന്താണ്? y എന്ന് പറയുന്നത് ദറ്റ് ഈസ് ഈക്വൽ ടു J/K എന്ന് പറയാം, അല്ലെങ്കിൽ L/M എന്ന് പറയാം, അല്ലെങ്കിൽ N/O എന്ന് പറയാം. അപ്പോൾ ഇതിൽ നിങ്ങളുടെ ഓപ്ഷൻസിൽ ഈ 3 ടേംസിൽ ഏതെങ്കിലും ഒരു ടേം ആണ് തന്നിട്ടുള്ളത്. J/K, ചിലപ്പോൾ J/K എന്ന് തരാം, ചിലപ്പോൾ L/M തരാം, അല്ലെങ്കിൽ N/O ഇങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഓപ്ഷൻ ചൂസ് ചെയ്യാം. ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ അതാണ്. ക്ലിയർ ആയോ? ഞാൻ ഒന്നും കൂടെ പറയാം. അതായത് നമുക്ക് ക്വസ്റ്റ്യനിൽ J/K = L/M =
n/o എന്നാണ് തന്നിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ ഈ എക്സ്പ്രഷൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. സോ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഞാൻ ഈ മൂന്ന് ഫ്രാക്ഷൻസിനെയും ഈസ് ഈക്വൽ ടു സം കോമൺ ടേം എന്ന് ഞാൻ അസ്യൂം ചെയ്തു. y എന്നൊരു ടേമായിട്ട് ഞാൻ അതിനെ അസ്യൂം ചെയ്തു. എന്നിട്ട് ഞാൻ എന്താണ് ചെയ്തത്, ഓരോ ടേമിൻ്റെയും ന്യൂമറേറ്റർ ഇൻ ടേംസ് ഓഫ് ഇറ്റ്സ് ഡിനോമിനേറ്റർ, ഓരോ ടേമിൻ്റെയും ന്യൂമറേറ്റർ ഇൻ ടേംസ് ഓഫ് ഇറ്റ്സ് ഡിനോമിനേറ്റർ ഞാൻ കണ്ടുപിടിച്ചു. അതായത് വാട്ട് ഈസ് j ഈസ് ഈക്വൽ ടു ഇൻ ടേംസ് ഓഫ് k, വാട്ട് ഈസ് l ഈസ് ഈക്വൽ ടു ഇൻ ടേംസ് ഓഫ് m, അല്ലെങ്കിൽ വാട്ട് ഈസ് n ഈസ് ഈക്വൽ ടു ഇൻ ടേംസ് ഓഫ് o എന്നുള്ളത് ഞാൻ കണ്ടുപിടിച്ചു. അപ്പോൾ എനിക്ക് കിട്ടിയ n വാല്യൂ ഞാൻ എന്ത് ചെയ്തു, എൻ്റെ ന്യൂമറേറ്ററിൽ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പവർ കണ്ടുപിടിച്ച് y/a കോമൺ ആയിരുന്നു. ഞാൻ കോമൺ ആയി അതിനെ പുറത്തേക്ക് എടുത്ത ആ ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലുമുള്ള ആ വാല്യൂസ് എല്ലാം സെയിം ആണ്. സോ ഞാൻ എന്ത് ചെയ്തു, അതിനെ മൊത്തമായിട്ട് ഞാൻ ക്യാൻസൽ ചെയ്തു. y/a ദി ഹോൾ പവർ 1/a എന്ന് എൻ്റെ ഇക്വേഷൻ ഡെഡ്യൂസ് ആയി. മൈ ഇക്വേഷൻ ഡെഡ്യൂസ്ഡ് ടു y/a ദി ഹോൾ പവർ 1/a. അപ്പോൾ ഞാൻ സോൾവ് ചെയ്തപ്പം എനിക്ക് ഇസ് ഈക്വൽ ടു y എന്ന് കിട്ടി. എനിക്കറിയാം y ഇസ് ഈക്വൽ ടു j/k l/m n/o. ഈ മൂന്നെണ്ണത്തിൽ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങളുടെ ഓപ്ഷനിൽ ഉണ്ടെങ്കിൽ അത് ചൂസ് ചെയ്യാം. ചില സമയത്ത് ചിലപ്പം രണ്ടെണ്ണമൊക്കെ ഓപ്ഷൻസിൽ തന്നിട്ടുണ്ടാവും. അപ്പോൾ ബോത്ത് a and b അല്ലെങ്കിൽ ബോത്ത് a and c ഇങ്ങനത്തെ രീതിയിലുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ടാവില്ല. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ചൂസ് ചെയ്യും. അപ്പോൾ ഇവിടെ നമ്മൾ എന്തായിരുന്നു ചെയ്തത്, നമ്മുടെ ന്യൂമറേറ്റർ ഇൻ ടേംസ് ഓഫ് ഡിനോമിനേറ്ററിലാണ് നമ്മൾ കണ്ടുപിടിച്ചത്. നമുക്ക് വേണമെങ്കിൽ നേരെ തിരിച്ചും ചെയ്യാം. ഡിനോമിനേറ്റർ ഇൻ ടേംസ് ഓഫ് ന്യൂമറേറ്ററിൽ നമുക്ക് ചെയ്യാം. നോക്കിക്കോളൂ, ഡിനോമിനേറ്റർ ഇൻ ടേംസ് ഓഫ് ന്യൂമറേറ്ററിൽ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. അപ്പം ഞാനിവിടെ j/k ഇസ് ഈക്വൽ ടു y എന്ന് പറയുമ്പോൾ എനിക്ക് എന്ത് കിട്ടും, k ഇസ് ഈക്വൽ ടു j/y എന്ന് കിട്ടും അല്ലേ. ഈ k ഇങ്ങോട്ട് വരും, y ഇങ്ങോട്ട് വരും. അതേപോലെ l/m ഇസ് ഈക്വൽ ടു y എന്ന് പറയുമ്പോൾ m ഇസ് ഈക്വൽ ടു l/y എന്ന് കിട്ടും അല്ലേ. n/o ഇസ് ഈക്വൽ ടു y എന്ന് പറയുമ്പോൾ o ഇസ് ഈക്വൽ ടു n/y എന്ന് കിട്ടും. ക്ലിയർ ആയല്ലോ. ഇനി ഞാൻ എൻ്റെ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. എൻ്റെ ഡിനോമിനേറ്ററിലാണ് എനിക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ളത്. j/ap പ്ലസ് l/aq പ്ലസ് n/ar ഡിവൈഡഡ് ബൈ k എന്താണ്, j/y ദ ഹോൾ പവർ ap പ്ലസ് m അല്ല l/y ദ ഹോൾ പവർ aq പ്ലസ് ഓട് അവിടെ എന്താണ് n/y ദ ഹോൾ പവർ ar. ഇതെല്ലാം കൂടെ നമ്മളതിൻ്റെ 1/a എടുക്കും. ക്ലിയർ ആയല്ലോ. യെസ്, ഈ സ്റ്റെപ്പ് വരെ ക്ലിയർ ആയല്ലോ. നമ്മൾ തൊട്ട് മുമ്പ് ചെയ്തു ab ദ ഹോൾ പവർ m എന്ന് പറഞ്ഞാൽ a/m b/m ആണ്. അപ്പോൾ a/b ദ ഹോൾ പവർ m എന്ന് പറയുമ്പോൾ എന്താണ്, a/m ഡിവൈഡഡ് ബൈ a/n ആണ്. അപ്പോൾ ഇവിടെ സോൾവ് ചെയ്യുമ്പോൾ ഞാൻ ആദ്യം ഡിനോമിനേറ്റർ മാത്രം എഴുതാവേ. j/a y/ap പ്ലസ് l/a y/aq പ്ലസ് n/a y/ar. ഈ മൂന്ന് ടേംസിലും എന്തുണ്ട്, 1/y ദ ഹോൾ പവർ a ഉണ്ട്, 1/y ദ ഹോൾ പവർ a ഉണ്ട്. സോ ഞാൻ അതിനെ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കാൻ പോവാണ്. അപ്പോൾ അതിനെ ഞാൻ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കുമ്പം എൻ്റെ ടേം എന്തായി, ഇങ്ങനായി അല്ലേ, 1/y പവർ a ഇങ്ങനായി. ഞാൻ എൻ്റെ ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാം, നോക്കിക്കോളൂ. യെസ്, മുകളിലത്തെ ന്യൂമറേറ്റർ ഇതാണ്. ഡിനോമിനേറ്ററിൽ 1/y ദ ഹോൾ പവർ എന്താണ് a എഴുതി, j/ap പ്ലസ് l/aq പ്ലസ് n/ar ആണ് ദി ഹോൾ പവർ. അപ്പോൾ ഇവിടെ നോക്കിക്കോളൂ, ഈ രണ്ട് ടേംസ് സിമിലർ ആണ്, ഇത് രണ്ടും ക്യാൻസലായി. ഇനി എൻ്റെ ഈ വാല്യൂ ഇക്വേഷൻ എങ്ങനെ ഡെഡ്യൂസ് ആയി, 1 ഡിവൈഡഡ് ബൈ 1/y പവർ a ദ ഹോൾ പവർ 1/a എന്നായി. What is 1 divided by 1/2? What is 1 divided by 1/2? നമുക്കറിയാം ഫ്രാക്ഷൻ ഡിവിഷൻ ആണ് 1 divided by 1/2 എന്ന് പറയുമ്പം രണ്ടാമത്തെ ആളുടെ ഇൻവേഴ്സ് നമ്മൾ എടുക്കും, 1 into 2 എന്ന് കിട്ടും, ദറ്റ് ഈസ് ഈക്വൽ ടു 2. അപ്പോൾ അതേപോലെയാണ് ഇവിടെ 1 divided by
വൈ പവർ എ ഇൻവേഴ്സ് എടുക്കുവാണ് 1 ഇൻറ്റു വൈ പവർ എ. അപ്പോൾ എൻ്റെ വാല്യൂ എന്തായി? വൈ പവർ എ ഇൻറ്റു ദ ഹോൾ പവർ 1/a എന്നായി. സോൾവ് ചെയ്യുമ്പം എനിക്ക് കിട്ടി വൈ എന്താണ്? j/k l/m n/o. ഈ രണ്ട് രീതിയിലും നിങ്ങൾക്ക് ചെയ്യാം. കുറച്ചും കൂടെ ഈസി ആയിട്ടുള്ളത്, അതായത് ഇപ്പോൾ ഇങ്ങനെ 1 ഡിവൈഡഡ് ബൈ 1/y പവർ എ എന്നൊക്കെ കാണുമ്പോൾ ചിലർക്ക് പെട്ടെന്ന് സോൾവ് ചെയ്യാൻ കിട്ടില്ല. സോ കുറച്ചും കൂടെ ഈസി ന്യൂമറേറ്ററിനെ നമ്മൾ ഡിനോമിനേറ്ററിൻ്റെ ടേംസിൽ എഴുതുമ്പം ഇത്തരം കുറച്ച് കൺഫ്യൂസിങ് ആയ കാൽക്കുലേഷൻസ് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ക്ലിയർ ആയല്ലോ? യെസ്. അപ്പോൾ ചില ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ നമുക്ക് ഭയങ്കര ടഫായിട്ട് തോന്നും, പക്ഷേ അതിൻ്റെ സൊല്യൂഷൻ നമുക്ക് സോൾവ് ചെയ്യുന്ന രീതി ഭയങ്കര ഈസി ആയിരിക്കും. ചില ക്വസ്റ്റ്യൻസ് നമുക്ക് കാണുമ്പോൾ ആ ക്വസ്റ്റ്യൻ കാണുമ്പോൾ അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ വേർബൽ പ്രോബ്ലംസിലൊക്കെ വായിക്കണ സമയത്ത് ഇത് ഭയങ്കര ഈസി ആയ ഒരു ക്വസ്റ്റ്യൻ ആണെന്ന് ചിലപ്പോൾ നമുക്ക് ഫീൽ ചെയ്യും. പക്ഷേ ഒരുപാട് കാൽക്കുലേഷൻസ് അല്ലെങ്കിൽ കോംപ്ലിക്കേറ്റഡ് ആയ രീതിയിലുള്ള കാൽക്കുലേഷൻസ് ആയിരിക്കും. യെസ്. വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. P minus Q plus R is to Q minus R plus 2S is to 2P plus R minus S is equal to 2:3:5. അങ്ങനെയെങ്കിൽ 2P minus 2S plus 2R is to 3S എന്താണെന്ന് കണ്ടുപിടിക്കണം. ഓക്കെ. അപ്പം ഞാൻ പറഞ്ഞു നമ്മൾ ഇത്തരം കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ സോൾവ് ചെയ്തതാണല്ലേ. ഒരു റേഷ്യോ തന്നിട്ട് വേറൊരു റേഷ്യോ ചോദിക്കുകയാണ്. നമ്മൾ ആ രീതിയിലുള്ള ഇപ്പോൾ 2A minus B 2C minus A എന്നൊക്കെയുള്ള റേഷ്യോ തന്നിട്ട് വേറൊരു റേഷ്യോ നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ അങ്ങനത്തെ പ്രോബ്ലംസ് നമ്മൾ സോൾവ് ചെയ്ത സമയത്ത് അവർ നമുക്ക് വാട്ട് ഈസ് A പ്ലസ് B പ്ലസ് C ഏതെങ്കിലും ഒരു എന്താ പറയുക ഒരു ആക്ച്വൽ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു അല്ലേ. ഏതെങ്കിലും ഒരു ആക്ച്വൽ വാല്യൂ A പ്ലസ് B പ്ലസ് C അല്ലെങ്കിൽ A മൈനസ് B പ്ലസ് C ഇങ്ങനത്തെ രീതിയിലുള്ള ആക്ച്വൽ വാല്യൂസ് അവർ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ എന്താണ് ആ ഒരു ആക്ച്വൽ വാല്യൂയുടെ ആ ഒരു എന്താ പറയുക വിത്ത് റെസ്പെക്ട് ടു റേഷ്യോ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മുടെ റേഷ്യോന് നമ്മൾ ആ ഫോമിലേക്ക് ഡെഡ്യൂസ് ചെയ്തു അല്ലേ. പക്ഷേ ഇവിടെ നമ്മൾ പറയുമ്പോൾ നമുക്കങ്ങനെ ആക്ച്വൽ വാല്യൂസ് ഒന്നും തന്നിട്ടില്ല. അപ്പോൾ ഇങ്ങനത്തെ രീതിയിൽ ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് നോക്കാം. നമ്മുടെ ഈ 3 നമ്പേഴ്സ് റേഷ്യോയിലുള്ള 3 നമ്പേഴ്സ് നിങ്ങൾ ശ്രദ്ധിക്കുക. 2 ഉണ്ട്, 3 ഉണ്ട്, 5 ഉണ്ട് അല്ലേ. 2 ഉണ്ട്, 3 ഉണ്ട്, 5 ഉണ്ട്. ഈ 3 നമ്പേഴ്സിനെ ഞാനൊന്ന് മൈനസ് ചെയ്യാമെന്ന് വിചാരിക്കാം. അപ്പം ഞാൻ ആദ്യം 5ൽ നിന്ന് ഞാൻ 3 കുറയ്ക്കുവാണ്, 3ൽ നിന്ന് ഞാൻ 2 കുറയ്ക്കുവാണ്, അല്ലെങ്കിൽ 5ൽ നിന്ന് ഞാൻ 2 കുറയ്ക്കുവാണ്, എന്നിട്ട് കിട്ടുന്ന ആൻസറിൽ നിന്ന് ഞാൻ 3 കുറയ്ക്കുവാണ്. അത് ഏത് ഓർഡർ ആയാലും കുഴപ്പമില്ല. സ്റ്റാർട്ടിങ് വിത്ത് 5 മൈനസ് 3 മൈനസ് 2 സോൾവ് ചെയ്യുമ്പോൾ എനിക്ക് എന്താണ് കിട്ടുന്നത്? 0 ആണ് കിട്ടുന്നത്. 0. 5 മൈനസ് 3 മൈനസ് 2 എന്ന് പറയണത് 0 ആണ്. ഒരു പക്ഷേ ഞാൻ ഈ ഒരു 3 റേഷ്യോ, അതായത് ഈ റേഷ്യോയിലുള്ള ഈ 3 നമ്പേഴ്സിനെ, ഈ 3 ടേംസിനെ ഒന്ന് സബ്ട്രാക്ട് ചെയ്താൽ എനിക്കതിനെ 0യുടെ കൂടെ ഇക്വേറ്റ് ചെയ്യാൻ പറ്റും. ചില സമയത്ത് സബ്ട്രാക്ട് ചെയ്യുമ്പം ചില വാല്യൂസ് ക്യാൻസലായി പോയി എനിക്ക് എനിക്കിപ്പോൾ സേ ഫോർ എക്സാമ്പിൾ പിക്ക് പകരം Q എന്നോ അല്ലെങ്കിൽ PR പകരം S എന്നോ അങ്ങനെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ എനിക്ക് ചിലപ്പോൾ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് എന്തായാലും ഒന്ന് മൈനസ് ചെയ്ത് നോക്കാം. 5ൻ്റെ ആൾ ആരാണ്? 2P പ്ലസ് R മൈനസ് S ആണ്. 3യുടെ ആൾ മൈനസ് Q മൈനസ് R പ്ലസ് 2S. മൂന്നാമത്തെ ആളെ മൈനസ് ചെയ്യുവാണ്. P മൈനസ് Q പ്ലസ് R ഇസ് ഈക്വൽ ടു 0. ഞാൻ അങ്ങനെ 0യിലേക്ക് ഇക്വേറ്റ് ചെയ്യുവാണ്. അപ്പോൾ ഇവിടെ നോക്കിക്കോളൂ, ഞാൻ ഇനി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാൻ പോവാണ്. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കറിയാം, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ അതിൻ്റെ മുമ്പുള്ള സൈൻ മൈനസ് ആണെങ്കിൽ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ള എല്ലാ ടേംസും പോസിറ്റീവായ ടേംസ് നെഗറ്റീവ് ആവും, നെഗറ്റീവായ ടേംസ് പോസിറ്റീവ് ആവും. സോ Q പോസിറ്റീവാണ്, മൈനസ് ആയി. R നെഗറ്റീവാണ്, പ്ലസ് ആയി. S പോസിറ്റീവാണ്, സോ മൈനസ് ആയി. അതേപോലെ ഇവിടെ മൈനസ് P പ്ലസ് Q മൈനസ് R ഇസ് ഈക്വൽ ടു 0. ക്ലിയർ ആയോ? നമുക്ക് സിമിലറായ ടേംസ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ ക്യാൻസൽ ചെയ്യാം. മൈനസ് Q പ്ലസ് Q ക്യാൻസൽ ആവും അല്ലേ. പിന്നെന്താണ്? പ്ലസ് R മൈനസ് R നമുക്ക് എന്തായി? ക്യാൻസലായി.
അപ്പോൾ ഒന്ന് നോക്കാം. ഇവിടെ ഒരു 2p ഉണ്ട്, ഇവിടെ ഒരു -p ഉണ്ട്. സോ p കിട്ടി. r പ്ലസ് r എന്താണ്? 2r ആണ്. r പ്ലസ് r 2r ആണ്. 2p pr കറക്റ്റാണ്. സോറി, r പ്ലസ് r 2r അല്ല, p പ്ലസ് r. ഇവിടെ ഒരു p ഉണ്ട്, ഇവിടെ ഒരു r ആണ്, r ഉണ്ട്. -3s ഇസ് ഈക്വൽ ടു 0. p പ്ലസ് r മൈനസ്, ഇവിടെ -s ഉണ്ട്, -2s ഉണ്ട്. അത് എഴുതി. q ക്യാൻസലായി, ഇവിടുത്തെ r ക്യാൻസലായി അല്ലേ? യെസ്. ബാലൻസ് ഉള്ള ടേംസ് നോക്കിക്കോളൂ. 2 പ്ലസ് r -s -2s ഇസ് ഈക്വൽ ടു 0 അല്ലേ? -p, ഒരു -pയും ഉണ്ട്. അപ്പോൾ ഈ 2p -p ആണ് നമ്മുടെ p. ഈ r-ന് ഞാൻ എഴുതി -s -2s ആണ് -3s. ക്ലിയർ ആയല്ലോ? ഇനി ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? ഈ 3s-ന് ഞാൻ ഈക്വൽ സൈൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകാൻ പോവാണ്. p പ്ലസ് r ഇസ് ഈക്വൽ ടു 3s. സോ p പ്ലസ് r ഇസ് ഈക്വൽ ടു 3s എന്ന് പറഞ്ഞ് എനിക്കൊരു റിലേഷൻ കിട്ടി. ഇനി നൗ ബാക്ക് ടു മൈ ക്വസ്റ്റ്യൻ. എനിക്ക് കണ്ടുപിടിക്കാനുള്ളത് എന്താണ്? എനിക്ക് കണ്ടുപിടിക്കാനുള്ളത് 2p minus 2s പ്ലസ് 2r ഇസ് ടു 3s ആണ് കണ്ടുപിടിക്കാനുള്ളത്. ഞാൻ ഇവനെ ഒന്ന് റീ അറേഞ്ച് ചെയ്ത് എഴുതാൻ പോവാണ്. 2p പ്ലസ് 2r മൈനസ് 2s അല്ലേ ഇസ് ടു 3s. ഒന്ന് ഞാൻ റീ അറേഞ്ച് ചെയ്ത് എഴുതി. ഞാൻ നോക്കുമ്പോൾ ഈ രണ്ട് ടേമിൽ എന്തുണ്ട്? 2 ഉണ്ട്. ഈ രണ്ട് ടേമിൽ എനിക്ക് 2 ഉണ്ട്. സോ ഞാൻ ഈ 2 കോമൺ ആയിട്ട് എടുത്തപ്പോൾ ഞാൻ നോക്കുമ്പോൾ എന്താണ്? p പ്ലസ് r മൈനസ് 2s. എൻ്റെ ഇക്വേഷൻ എന്തായി? 2 ഇൻറ്റു p പ്ലസ് r മൈനസ് 2s എന്നായി. ഓക്കെ, 2 ഇൻറ്റു p പ്ലസ് r എന്താണ് നമുക്ക് കിട്ടി? p പ്ലസ് r ഇസ് ഈക്വൽ ടു 3s എന്ന് കിട്ടി. അപ്പോൾ 2 ഇൻറ്റു 3s മൈനസ് 2s ഈസ് ടു 3s അല്ലേ? അപ്പോൾ 2 ഇൻറ്റു 3s എന്താണ്? 6x ആണ്. 6s മൈനസ് 2s ഇസ് ടു 3s. 6x മൈനസ് 2s എന്താണ്? 4s ഇസ് ടു 3s ആണ്. s ക്യാൻസലായി. സോ എൻ്റെ റേഷ്യോ എന്താണ്? 4:3 ആണ്. ക്ലിയർ ആയല്ലോ? സോ അങ്ങനെ ഏതെങ്കിലും ഒരു ടേം, ഒരു റിയൽ വാല്യൂ അല്ലെങ്കിൽ ഒരു ആക്ച്വൽ വാല്യൂ നിങ്ങൾക്ക് തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ നോക്കുക നിങ്ങൾക്ക് 0യിലേക്ക് ഇക്വേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നാൽ. അപ്പോൾ അങ്ങനെ ഇക്വേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ആ ഒരു ഓപ്ഷൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ക്ലിയർ ആയല്ലോ? യെസ്, സിമ്പിളായ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത്തരം ക്വസ്റ്റ്യൻസ് നമുക്ക് കാണുമ്പോൾ ടഫായി തോന്നും. പക്ഷെ നമുക്ക് ആ ഒരു ഐഡിയ അല്ലെങ്കിൽ ആ ഒരു ലോജിക്ക് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ സുഖമായി നമുക്ക് മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണിത്. വെർബൽ പ്രോബ്ലംസിനേക്കാളും ഈസി ആയി നമുക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസിൽ മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇതേ സെയിം ടൈപ്പിൽ നമുക്ക് വെർബൽ പ്രോബ്ലംസിലേക്ക് പോകുന്നതിന് മുമ്പ് കുറച്ച് ഇങ്ങനത്തെ സ്പെഷ്യൽ കേസസ് നോക്കിയിട്ട് പോവാം. a ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് y പ്ലസ് z ഡിവൈഡഡ് ബൈ 2. ഓക്കെ, ഇനി a എന്ന് വേണ്ട, നമുക്കൊരു കാര്യം ചെയ്യാം, n എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിനി n മൈനസ് എക്സ് ഇസ് ടു n മൈനസ് y ഇസ് ടു n മൈനസ് z ഇസ് ഈക്വൽ ടു 7:8:9. അങ്ങനെയെങ്കിൽ നമ്മളോട് അവർ കണ്ടുപിടിക്കാൻ പറഞ്ഞത് എക്സ് പ്ലസ് വൈ ഈസ് ടു വൈ പ്ലസ് സെഡ് ഈസ് ടു സെഡ് പ്ലസ് എക്സ് ആണ്. ഓക്കെ, അതാണ് നമ്മളോട് അവർ കണ്ടുപിടിക്കാൻ പറഞ്ഞത്. നമുക്ക് എന്തായാലും നോക്കാം. ഞാനിപ്പോൾ എന്തായാലും എനിക്ക് എന്ത് തന്നിട്ടുണ്ട്? n ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് ഡിവൈഡഡ് ബൈ 2 എന്നാണ് എനിക്ക് തന്നിട്ടുള്ളത് അല്ലേ? ഓക്കെ, വേറൊരു റേഷ്യോ എനിക്ക് തന്നിട്ടുണ്ട്. n മൈനസ് എക്സ് ഉണ്ട്, n മൈനസ് വൈ ഉണ്ട്, n മൈനസ് സെഡ് ഉണ്ട്. നമുക്ക് അവനൊന്ന് ആഡ് ചെയ്ത് നോക്കാം. എന്താണ് കിട്ടുന്നതെന്ന് നോക്കാം. ഓക്കെ, n മൈനസ് എക്സ് പ്ലസ് n മൈനസ് വൈ പ്ലസ് n മൈനസ് സെഡ്. ഞാൻ ഈ n-നെ മൂന്നിനെയും ഞാൻ ആഡ് ചെയ്യുമ്പോൾ എനിക്ക് 3n കിട്ടും. മൈനസ് എക്സ് മൈനസ് വൈ മൈനസ് സെഡ്. ഈ എക്സും വൈയും സെഡ് മൂന്ന് ടേംസിൽ എന്തുണ്ട്? മൈനസ് ഉണ്ട്. സോ ഐ എം ടേക്കിംഗ് മൈനസ് കോമൺ. മൈനസിനെ ഞാൻ കോമൺ ആയിട്ട് എടുക്കുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് എന്ന് കിട്ടും. ഇനി ഈ മൈനസ് കോമൺ ആയിട്ട് എടുക്കുന്ന ഒരു ഐഡിയ ചിലർക്ക് ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ല. അതെന്താണെന്ന് നോക്കിക്കോളും. മൈനസ് എക്സ് മൈനസ് വൈ മൈനസ് സെഡ്. ഓക്കെ, ഈ മൈനസ് എക്സിനെ എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? -1 ഇൻറ്റു എക്സ് എന്ന് എഴുതാൻ പറ്റും അല്ലേ? അതേപോലെ മൈനസ് വൈനെയോ -1 ഇൻറ്റു വൈ എന്ന് എനിക്ക് എഴുതാം.
മൈനസ് സെഡിനെ -1 ഇൻറ്റു സെഡ് എന്ന് എഴുതാം. ആക്ച്വലി ഞാൻ ആരെയാണ് കോമൺ ആയിട്ട് എടുക്കുന്നത്? -1നെയാണ് ഞാൻ കോമൺ ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഈ -1നെ ഞാൻ കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എന്താണ് ബാക്കി ഉണ്ടാവുക? +x ഉണ്ടാവും, +y ഉണ്ടാവും, +z ഉണ്ടാവും. അങ്ങനെയാണ് നമുക്ക് ഈ ടേം കിട്ടിയത്. ക്ലിയർ ആയല്ലോ? യെസ്. ഇതൊക്കെ നമ്മൾ സ്കൂൾ ക്ലാസ്സസിൽ പഠിച്ചതാണ്. പക്ഷെ പഠിച്ച സമയത്ത് അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ അന്നേരം പ്രോപ്പറായി മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. ഇല്ലെങ്കിൽ ഒരുപാട് നമ്മുടെ LP UP ക്ലാസ്സസിൽ കുറച്ചായല്ലോ നമ്മൾ പഠിച്ചിട്ട്. സോ ചിലപ്പോൾ ചിലർ മറന്നു പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ചിലപ്പോൾ ചിലർക്ക് പ്രോപ്പറായ കോൺസെപ്റ്റ് ക്ലിയർ ആയിട്ടുണ്ടാവില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ മൈനസ് കോമൺ ആയിട്ട് എടുക്കുന്ന ആ ഒരു കാര്യത്തിൽ ഡൗട്ട് വരുന്നത്. ഓക്കെ, യെസ്. ഇൻ കേസ് ഇവിടെ ഇപ്പോൾ 3 ടേമും മൈനസാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ടേമിൽ മൈനസ് ഇല്ല എന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങളുടെ ടേംസ് -x +y -z ആണെന്ന് വിചാരിക്കുക. ഇവിടെ ഞാൻ മൈനസ് കോമൺ ആയിട്ട് എടുക്കുമ്പോൾ എന്താണ് സംഭവിക്കുക നോക്കിക്കോളൂ. ഈ -xനെ എനിക്ക് -1 ഇൻറ്റു x എന്ന് എഴുതാം അല്ലേ? ഈ y-നെ എനിക്ക് എങ്ങനെ എഴുതാം? ഈ y-നെ എനിക്ക് -1 ഇൻറ്റു -y എന്ന് എഴുതാം അല്ലേ? ഇവിടെ പ്ലസ് ആണ്, +y ആണ്. എനിക്കതിനെ -1 ഇൻറ്റു -y എന്ന് എഴുതാം. നമുക്കറിയാം എന്താണ് നെഗറ്റീവ് നമ്പേഴ്സിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ അല്ലേ? നെഗറ്റീവ് നമ്പേഴ്സിൻ്റെ ഓപ്പറേഷൻസ് നമ്മൾ ഓൾറെഡി സിംപ്ലിഫിക്കേഷൻ എന്നുള്ള ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. 2 നെഗറ്റീവ് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 നമ്പേഴ്സ് അതിൻ്റെ സൈൻ സെയിം ആണെങ്കിൽ അതിൻ്റെ പ്രോഡക്റ്റ് പോസിറ്റീവ് ആയിരിക്കും. സോ -1 ഇൻറ്റു -y എന്ന് എഴുതാം. -z-നെ -1 ഇൻറ്റു z എന്ന് എഴുതാം. ഇനി ഇവരിൽ നിന്ന് ഞാൻ -1 കോമൺ ആയിട്ട് എടുക്കുമ്പോൾ നോക്കിക്കോളൂ, ആരുണ്ടാവും? x ഉണ്ടാവും. ഇവിടെ എനിക്ക് -y ആണ്, -y + z. അപ്പോൾ എല്ലാ ടേംസും മൈനസായിട്ട് ഞാൻ മൈനസ് കോമൺ ആയിട്ട് എടുക്കുമ്പോൾ എല്ലാ ടേംസും പോസിറ്റീവായി. അതിലേതെങ്കിലും ഒരു ടേം പോസിറ്റീവാണ്, ഞാൻ അതിൽ നിന്നൊരു -1 എടുക്കുവാണെങ്കിൽ എന്താവും? അതിൽ നിന്നൊരു -1 എടുക്കുന്ന സമയത്ത് ആ ടേം എന്തായി? നെഗറ്റീവായി. ക്ലിയർ ആയല്ലോ? യെസ്. ഇവിടെ y പോസിറ്റീവ് ആയിരുന്നു നമ്മുടെ ഇക്വേഷനിൽ, അല്ലെങ്കിൽ നമ്മൾ അതിനെ -1 കോമൺ ആയിട്ട് എടുത്തപ്പോൾ എന്തായി? y നെഗറ്റീവായി. ക്ലിയർ ആയല്ലോ? യെസ്. ഇതൊക്കെ കുഞ്ഞു കാര്യങ്ങളാണ്. കാൽക്കുലേഷൻസ് ചെയ്യുമ്പം ഈ കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള നോളജ് നമുക്ക് മസ്റ്റാണ്. അപ്പോഴാണ് നമുക്ക് കാൽക്കുലേഷൻസ് നമുക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ നോക്കിക്കോളൂ, നമുക്ക് കിട്ടി x + y + z എന്ന് കിട്ടി. x + y + z ഇവിടെ നോക്കിക്കോളൂ, നമുക്ക് തന്നിട്ടുണ്ട് n = x + y + z / 2 എന്ന് തന്നിട്ടുണ്ട്. സോ വാട്ട് ഈസ് x + y + z ഇൻ ടേംസ് ഓഫ് n? നമുക്ക് എന്ത് കിട്ടി? 2n എന്ന് കിട്ടി. സോ 3n - 2n എന്ന് പറയുമ്പോൾ എന്താണ്? n ആണ്. ഇവിടെ ഞാൻ എന്ത് ഓപ്പറേഷനാണ് ചെയ്തത്? എൻ്റെ 3 റേഷ്യോസിന് ഞാൻ ആഡ് ചെയ്യുവാണ് ചെയ്തത്. എൻ്റെ 3 റേഷ്യോസിന് ഞാൻ എന്താണ് ചെയ്തത്? ആഡ് ചെയ്യുവാണ് ചെയ്തത്. സോ n = 7 + 8 15 ആണ്. 15 + 9 24. സോ ഐ ഗോട്ട് ദ വാല്യൂ n = 24. എനിക്ക് കിട്ടി n = 24 എന്ന് കിട്ടി. ഓക്കെ, n = 24. യെസ്. അപ്പോൾ ഇനി നോക്കിക്കോളൂ, ഇവിടെ നമുക്ക് എന്താണ്? n - x എന്താണ്? 7 ആണ്. n എന്ന് പറയുന്നത് 24 ആണ്. 24 - x 7 ആണെങ്കിൽ എക്സിൻ്റെ വാല്യൂ എന്താണ്? 24ൽ നിന്ന് 7 കുറയ്ക്കുമ്പം എനിക്ക് 17 കിട്ടും. സോ എനിക്ക് അങ്ങനെ ആരെ കിട്ടി? x കിട്ടി. ഇനി n - y 24 ആണ്. n എന്താണ്? 24 - y = 24 അല്ലേ? ഇവിടെ 8. സോ y എന്താണ്? 24ൽ നിന്ന് 8 പോയാൽ 16 കിട്ടും. അങ്ങനെ എനിക്ക് ആരുടെ വാല്യൂ കിട്ടി? y-യുടെ വാല്യൂ കിട്ടി. ഈ ലാസ്റ്റ് വൺ n - z 9 ആണ്. സോ n 24 ആണ്. 24 - 9 = z. സോ ഐ ഗോട്ട് z = 15. എനിക്ക് അങ്ങനെ എന്തും കിട്ടി? z-ൻ്റെ വാല്യൂ കിട്ടി. z എന്തായിട്ട് കിട്ടി? 15 എന്ന് കിട്ടി. x കിട്ടി, y കിട്ടി, z കിട്ടി. അങ്ങനെ 3 ആളുടെ വാല്യൂസ് കിട്ടി. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും? x + y = y + z = z + x കിട്ടും. എക്സും വൈയും ആണ്. സോ 17 + 16 ആണ് അല്ലേ? ഈസ്റ്റു വൈയും സെഡും ആണ്. സോ 16 + 15 ആണ്. ഈസ്റ്റു സെഡും എക്സും ആണ്. സോ 15 + 17. ക്ലിയർ ആയല്ലോ? ഓക്കെ. അപ്പോൾ ഇവരെ ആഡ് ചെയ്യുമ്പം എനിക്ക് 33 കിട്ടും. 33 ഇതെന്താണ്? 31 32. ക്ലിയർ ആയല്ലോ? സോ വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് x + y y + z z + x എന്താണ്? 33 31 32. ക്ലിയർ ആയോ? യെസ്. സിമ്പിളായ ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ യെസ്, നമ്മളപ്പോൾ അങ്ങനെ ഒരുപാട് സ്പെഷ്യൽ കേസസ് അല്ലേ, കുറച്ച് സ്പെഷ്യൽ കേസസ് നമ്മൾ ഡിസ്കസ് അല്ലെങ്കിൽ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു.
കുറച്ച് സ്പെഷ്യൽ ടൈപ്സ്. യെസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി വെർബൽ പ്രോബ്ലംസ് നമുക്ക് നോക്കി തുടങ്ങാം. വെർബൽ പ്രോബ്ലംസ് നോക്കാം. ഇൻ എ സ്കൂൾ, in a school 4/9 of the number of students are girls and the rest are boys. 3/5 of the number of boys are below 12 years of age and 5/12 of the number of girls are 12 years or above. 12 years or above of age. If the number of students below 12 years of age is 480, then 5/18 of the total number of students, total number of students in the school is equal to ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ഓക്കെ, നോക്കാം, നോക്കിക്കോളൂ. ഇൻ എ സ്കൂൾ അല്ലേ, നമുക്ക് ആദ്യം ക്വസ്റ്റ്യനിൻ്റെ മീനിങ് ഒന്ന് മനസ്സിലാക്കാം. ഒരു സ്കൂളിൽ കുറച്ച് സ്റ്റുഡൻസിൻ്റെ കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. സ്റ്റുഡൻസിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ സമയത്ത് ഇവർ ആ സ്റ്റുഡൻസിനെ ക്ലാസിഫൈ ചെയ്തേക്കുന്നത് കുറച്ച് ഗേൾസ് ഉണ്ട്, കുറച്ച് ബോയ്സ് ഉണ്ട്. ഒരു സ്കൂളിൽ കുറച്ച് നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഉണ്ട്, അതിൽ കുറച്ച് പേര് ഗേൾസാണ്, കുറച്ച് പേര് ബോയ്സാണ്. അതിൻ്റെ റേഷ്യോയും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്, അതിലേക്ക് നമുക്ക് പോകാം. അതിനു മുമ്പ് ക്വസ്റ്റ്യൻ്റെ മീനിങ് മനസ്സിലാക്കാം. ആ ഒരു നമ്പർ ഓഫ് ബോയ്സിൽ കുറച്ച് ബോയ്സിൻ്റെ ഏജ് എന്താണ്, 12 വയസ്സിനേക്കാളും കുറവാണ്. കുറച്ച് ബോയ്സിൻ്റെ ഏജ് 12 വയസ്സ് അല്ലെങ്കിൽ അതിൽ കൂടുതലാണ്. സിമിലർലി ഒരു നമ്പർ ഓഫ് ഗേൾസ് ഉണ്ട്, ആ ഗേൾസിൻ്റെ നമ്പറിൽ കുറച്ച് പേര് 12 വയസ്സിനേക്കാളും കുറവാണ്, കുറച്ച് പേര് 12ഉം അതിനേക്കാളും കൂടുതലും ഉള്ള ആൾക്കാരാണ്. ഇവിടെ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്, അതായത് 12 വയസ്സിനേക്കാളും കുറവുള്ള നമ്പർ ഓഫ് സ്റ്റുഡൻസ്, അതായത് 12 വയസ്സിനേക്കാളും കുറവുള്ള ബോയ്സിൻ്റെയും ഗേൾസിൻ്റെയും ടോട്ടലാണ് തന്നിട്ടുള്ളത്. ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ 12 വയസ്സിനേക്കാളും ഉള്ള ബോയ്സിൻ്റെ എണ്ണം, 12 വയസ്സിൽ കുറവുള്ള ബോയ്സിൻ്റെ എണ്ണം X ആണ്, 12 വയസ്സിൽ കുറവുള്ള ഗേൾസിൻ്റെ എണ്ണം Y ആണെങ്കിൽ X + Y = 480 എന്നാണ് തന്നിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് 5/18 ഇൻറ്റു ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്തിന് ഈക്വൽ ആണ്, അത് ഏത് വാല്യൂവിന് ഈക്വൽ ആണെന്നാണ് എന്ത് ചെയ്യാനുള്ളത്, നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. നമുക്ക് നോക്കാം. നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ പല രീതിയിൽ ചെയ്യാം. ഓക്കെ, നമ്മൾ ഈ പെർസെൻറ്റേജിൻ്റെ പ്രോബ്ലംസ് ചെയ്ത സമയത്ത് നമ്മൾ പറഞ്ഞായിരുന്നു, ഒന്നെങ്കിൽ നിങ്ങൾക്ക് ടോട്ടലിനെ T എന്ന് കൺസിഡർ ചെയ്യാം. നമുക്ക് പല രീതിയിൽ ഈ ക്വസ്റ്റ്യൻ ചെയ്യാം. ഒന്നെങ്കിൽ ടോട്ടലിനെ T എന്ന് കൺസിഡർ ചെയ്യുക, ടോട്ടലിനെ T എന്ന് കൺസിഡർ ചെയ്തിട്ട് അതിനനുസരിച്ച് സോൾവ് ചെയ്യാം. ടോട്ടലിനെ T എന്ന് കൺസിഡർ ചെയ്ത് ആ ഒരു ബേസിസിൽ നമുക്ക് സോൾവ് ചെയ്യാം. അങ്ങനെ നമ്മൾ സോൾവ് ചെയ്യണ സമയത്ത് നമ്മൾ ഈ ഫ്രാക്ഷൻസ് ഒക്കെ അങ്ങനെ തന്നെ സസ്റ്റെയിൻ ചെയ്ത് കൊണ്ടുപോയി സോൾവ് ചെയ്യാം. ഞാൻ അതും ചെയ്ത് കാണിക്കാം. അതിലേക്ക് പോണതിന് മുമ്പ് ഞാനിവിടെ ചെയ്യാൻ പോണത് ഒരു ടോപ്പർ എന്ന് പറയുന്ന ഒരാളുടെ അപ്രോച്ച്, അല്ല ഒരു ടോപ്പറായ ഒരാളുടെ അപ്രോച്ച് എങ്ങനെ ആയിരിക്കും ഈ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ നോക്കിക്കോളും. നമുക്ക് തന്നിട്ടുണ്ട്
ഒരു സ്കൂളിൽ 4/9 ഓഫ് ദി നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആർ ഗേൾസ് ആൻഡ് ദ റെസ്റ്റ് ആർ ബോയ്സ് എന്ന് തന്നിട്ടുണ്ട്. ഒരു സ്കൂളിൽ 4/9 ഓഫ് ദി സ്റ്റുഡൻസ് ആരാണ്? 4/9 ഓഫ് ദി സ്റ്റുഡൻസ് ഗേൾസ് ആണ്. റെസ്റ്റ് ബോയ്സ് എന്ന് പറയുമ്പം എന്താണ്? നമുക്കറിയാം 4/9, അതായത് ടോട്ടൽ നമ്പറിന് നമ്മൾ 9 പാർട്സ് ആക്കിയാൽ അതിൽ 4 പാർട്സ് ആരാണ്? ഗേൾസ് ആണ്. അപ്പോൾ റിമൈനിങ് പാർട്സ് എന്തായിരിക്കും? റിമൈനിങ് പാർട്സ് ബോയ്സ് ആയിരിക്കും. മനസ്സിലായോ? അതായത് ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസിൻ്റെ എന്താ പറയുക, ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസിന് നമ്മൾ 9 പാർട്സായി ഡിവൈഡ് ചെയ്താൽ അതിൽ 4 പാർട്സ് ആരായിരിക്കും? 4 പാർട്സ് ഗേൾസ് ആയിരിക്കും, 5 പാർട്സ് ബോയ്സ് ആയിരിക്കും. അപ്പം ഞാൻ എന്ത് ചെയ്യാൻ പോവാന്ന് വെച്ചാൽ എൻ്റെ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസിന്, അപ്പോൾ എൻ്റെ ഗേൾസിൻ്റെയും ബോയ്സിൻ്റെയും റേഷ്യോ വിത്ത് റെസ്പെക്ട് ടു 9 എന്ന് പറയുന്ന ആ ടോട്ടലിനനുസരിച്ച് എൻ്റെ ഗേൾസ് ഈസ് ടു ബോയ്സിൻ്റെ റേഷ്യോ എന്താണ്? 4:5 ആണ്. ഇവിടെ എൻ്റെ ടോട്ടൽ എന്താണ്? 9 ആണ്. 4:5 ആണ് എൻ്റെ ടോട്ടൽ. എന്താണ്? എൻ്റെ ടോട്ടൽ 9 ആണ്. സോ ഞാൻ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസിനെ 900 എന്ന് ഞാൻ അസ്യൂം ചെയ്യുവാണ്. ലെറ്റ് ഇറ്റ് ബി 900. ഓക്കെ, ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് 900 ആയിക്കോട്ടെ. ഓക്കെ, അപ്പോൾ ഈ 900-ൽ ഞാൻ ഗേൾസ് എന്ന് എഴുതുവാണ്, ബോയ്സ് എന്ന് എഴുതുവാണ്. ഗേൾസിൻ്റെ എണ്ണം എന്താണ്? 9. അതായത് നമ്മുടെ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് 9 ആണെങ്കിൽ നമ്പർ ഓഫ് ഗേൾസ് 4 ആണ്. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് 900 ആകുമ്പോൾ നമ്മുടെ നമ്പർ ഓഫ് ഗേൾസ് എന്താണ്? നോക്കിക്കോളൂ, 9 is equal to 900. So 1 is equal to 100. അങ്ങനെയെങ്കിൽ ഗേൾസിൻ്റെ എണ്ണം എന്താണ്? 4 into 100 400. ബോയ്സിൻ്റെ എണ്ണം 5 into 100 500. സോ എൻ്റെ ഫസ്റ്റ് സെറ്റിൽ ആദ്യത്തെ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ആ ഒരു ഇഷ്യൂ ഞാൻ സോൾവ് ചെയ്തു. എൻ്റെ നമ്പർ ഓഫ് ഗേൾസും നമ്പർ ഓഫ് ബോയ്സ് വരെ ഞാൻ എത്തി. എൻ്റെ ടോട്ടലിന് ഞാൻ 900 എന്ന് ഞാൻ അസ്യൂം ചെയ്തു. അപ്പോൾ ടോട്ടൽ 900 ആണെങ്കിൽ എൻ്റെ റേഷ്യോ ഗേൾസിൻ്റെയും ബോയ്സിൻ്റെയും റേഷ്യോ 4:5 ആണ്. ടോട്ടൽ 9 ആകുമ്പോൾ ഗേൾസിൻ്റെ എണ്ണം 4ഉം ബോയ്സിൻ്റെ എണ്ണം 5ഉം ആണ്. അങ്ങനെയെങ്കിൽ 900 ആകുമ്പോൾ ഗേൾസിൻ്റെ എണ്ണം 400, ബോയ്സിൻ്റെ എണ്ണം 500. ഈ സ്റ്റെപ്പ് വരെ ക്ലിയർ ആയല്ലോ? ഓക്കെ, ഇനി അപ്പോൾ നെക്സ്റ്റ് നോക്കിക്കോളൂ. 3/5 ഓഫ് ദി നമ്പർ ഓഫ് ബോയ്സ് ആർ ബിലോ 12 ഇയേഴ്സ് അല്ലേ? ഇനി 3/5 ഓഫ് ദി നമ്പർ ഓഫ് ബോയ്സ് ആർ ബിലോ 12 ഇയേഴ്സ്. ബാക്കി എന്താണ്? 12 ആൻഡ് എബവ് 12 ഇയേഴ്സ് ആണ്. അപ്പം ഞാനിനി ബോയ്സ് മാത്രം ഞാനിവിടെ കൺസിഡർ ചെയ്യാം. ബോയ്സ് ബി. ഓക്കെ, ബോയ്സ് ബി എത്ര പേരുണ്ട്? 500 ഉണ്ട്. എനിക്ക് അവരെ 2ആയി ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. എന്താണ് ക്ലാസിഫിക്കേഷൻ? എന്താണ്? ഒന്ന് 12 ഇയേഴ്സിൻ്റെ ബിലോയാണ്, 12 ഇയേഴ്സ് ബിലോ. രണ്ടാമത്തത് എന്താണ്? 12 ഇയേഴ്സ് ആൻഡ് 12 ഇയേഴ്സ് എബവ് അല്ലേ? എബവ് 12 ഇയേഴ്സ്. ഇവിടെ ബിലോ 12 ഇയേഴ്സ്. ഒന്ന് 12 വയസ്സിൽ കുറവും, ഒന്ന് 12 വയസ്സും 12 വയസ്സിൽ കൂടുതലുള്ള ആൾക്കാർ. ഓക്കെ, ഇവിടെ എന്താണ് എനിക്ക് തന്നിട്ടുള്ളത്? 3/5 ഓഫ് ദി നമ്പർ ഓഫ് ബോയ്സ് ആർ ബിലോ 12 ഇയേഴ്സ്. 3/5 ഓഫ് ദി നമ്പർ ഓഫ് ബോയ്സ് ആർ ബിലോ 12 ഇയേഴ്സ് അല്ലേ? നോക്കിക്കോളൂ, ബിലോ 12 ഇയേഴ്സ് ആണ്. അപ്പോൾ 3/5 എന്ന് പറയുമ്പം നോക്കിക്കോളൂ, ടോട്ടൽ 5 ആണെങ്കിൽ ബിലോ 12 ഇയേഴ്സ് എന്താണ്? 3 ആണ്. അപ്പോൾ 12 ഇയേഴ്സ് ആൻഡ് എബവ് 12 ഇയേഴ്സ് എന്തായിരിക്കും? 2 ആയിരിക്കും. ഇവിടെ എന്താണ്? ഇവിടെ എൻ്റെ ടോട്ടൽ 500 ആണ്. ടോട്ടൽ 5 ആണെങ്കിൽ ബിലോ 12 ഇയേഴ്സ് 3ഉം 12 ഇയേഴ്സ് ആൻഡ് എബവ് എന്താണ്? എബവ് 2 ആണ്. അപ്പോൾ ടോട്ടൽ 500 ആണെങ്കിൽ നോക്കിക്കോളൂ, 5 is equal to 500. അപ്പോൾ 1 is equal to 100. ഞാനിവിടെ ഏത് വാല്യൂ കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്? 100 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. സോ ഇവിടെ എനിക്ക് എന്ത് കിട്ടും? 300 എന്ന് കിട്ടും. ഇവിടെ എനിക്ക് എന്ത് കിട്ടും? 200 എന്ന് കിട്ടും. മനസ്സിലായോ? ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ്? ടോട്ടൽ 5 ആണ്. അപ്പോൾ ഇവിടെ എന്താണ്? ഇവിടെ 3 ആണ്, ഇവിടെ 2 ആണ്. ക്ലിയർ ആയോ? യെസ്. ഒരു കാര്യം ചെയ്യാം, ഇവിടെ റെഡിൽ നമുക്ക് റേഷ്യോസ് എഴുതാം. 5 3 2. കൗണ്ട് നമുക്ക് ആക്ച്വൽ കൗണ്ട് 300 200. ഇത് നമ്മൾ ഗസ് ചെയ്യുന്നതാണ്. നമ്മൾ ഗസ് ചെയ്താണ് നമ്മൾ ഇവിടം വരെ എത്തിയത്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ആരെ കിട്ടി? ഇപ്പോൾ നമുക്ക് ബോയ്സിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. നമ്മൾ ഗേൾസിൻ്റെ കാര്യത്തിലേക്ക് വരുവാണ്. അപ്പോൾ ഗേൾസിൻ്റെ ആ കാര്യത്തിലേക്ക് ഞാൻ ഇവിടെ എഴുതാം. ഗേൾസ് എത്ര പേരുണ്ട്? 400 പേരുണ്ട്. ഗേൾസ് എത്ര പേരുണ്ട്? 400 പേരുണ്ട്. ഓക്കെ, അപ്പോൾ ഗേൾസിൻ്റെ കാര്യം പറയുമ്പോൾ
1800 കൊടുത്ത് നോക്കിയാലോ. നമ്മൾ 1800 കൊടുക്കുമ്പോൾ 400 800 പിന്നെ 800 12. ഓക്കെ, കുഴപ്പമില്ല, നമുക്ക് 400 തന്നെ ഇരിക്കട്ടെ. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് തന്നിട്ടുള്ളത്? നമുക്ക് 2 കേസ് തന്നിട്ടുണ്ട്. ഒന്ന് ബിലോ 12 ഇയേഴ്സ് ആണ്, ഒന്ന് എബവ് 12 ഇയേഴ്സും 12 ഇയേഴ്സ് ആൻഡ് എബവ് ആണ്. അപ്പോൾ ടോട്ടൽ എത്രയാണെങ്കിൽ, ടോട്ടൽ 12 ആണെങ്കിൽ 12 ഇയേഴ്സ് ആൻഡ് അതിൻ്റെ എബവ് എന്താണ്? 5 പേരാണ്. ഇവിടെ ബാക്കി എത്ര ഉണ്ടാവും? 7 പേരുണ്ടാവും. ടോട്ടൽ 12 ആണെങ്കിൽ 12 ഇയേഴ്സ് ആൻഡ് എബവ് 12 ഇയേഴ്സ് ആൻഡ് എബവ് എത്ര പേരാണ്? 5 പേരാണ്. ഓരോ 12 പേരിലും 5 പേര് 12 ഇയേഴ്സും അതിൽ കൂടുതലുള്ള ആൾക്കാരാണ്. റിമൈനിങ് ആണ് എന്ത്? റിമൈനിങ് 12 ഇയേഴ്സിനേക്കാളും കുറവാണ്. ക്ലിയർ ആയല്ലോ? 12 ഇയേഴ്സിനേക്കാളും കുറവാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിക്കോളൂ. ഇവിടെ ഞാൻ സോൾവ് ചെയ്യുമ്പം 12 is equal to 400 അല്ലേ? നമുക്ക് രണ്ടിനെയും 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 300. 1 is equal to എന്താണ്? 1 is equal to 100/3 ആണ്. സോ 7 ആവുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? 700/3 കിട്ടും. ഇവിടെ എനിക്ക് എന്ത് കിട്ടും? 500/3 കിട്ടും. 700/3 500/3 കിട്ടും. എനിക്ക് ക്വസ്റ്റ്യനിൽ എന്താണ് തന്നിട്ടുള്ളത്? എൻ്റെ ക്വസ്റ്റ്യനിൽ അവർ തന്നിട്ടുള്ളത് സ്റ്റുഡൻസ്, അതായത് 12 ഇയേഴ്സിനേക്കാളും കുറവുള്ള ആൾക്കാരുടെ എണ്ണമാണ് എനിക്ക് തന്നിട്ടുള്ളത്. കുറവുള്ള ആൾക്കാരുടെ എണ്ണമാണ് എനിക്ക് തന്നിട്ടുള്ളത്. നോക്കിക്കോളൂ, നമുക്ക് നോക്കാം. കുറവുള്ളത് എന്ന് പറയുമ്പോൾ 300 ആണ് നമ്മുടെ നമ്പർ ഓഫ് ബോയ്സ്. ഗേൾസ് എന്ന് പറയുന്നത് 700/3 ആണ്. സോ ഞാനിത് സോൾവ് ചെയ്യുമ്പം എനിക്ക് 900 + 700 ഹോൾ ഡിവൈഡഡ് ബൈ 3 is equal to 480 എന്ന് കിട്ടും. ക്ലിയർ ആയോ? യെസ്. അപ്പോൾ ഇവിടെ 900 + 700 എന്ന് പറയുമ്പം അതെന്താണ്? 1600 ആണ്. 1600 is equal to 480 × 3 എന്ന് കിട്ടും. 900 + 700 1600 ആണ്. 1600 ആണ്. അപ്പോൾ നോക്കിക്കോളൂ, 16 കൊണ്ട് നമുക്ക് 480നെയും ഡിവൈഡ് ചെയ്യാം, 1600നെയും ഡിവൈഡ് ചെയ്യാം. 100 is equal to എനിക്ക് എന്ത് കിട്ടി? 100 is equal to ഇവിടെ എനിക്ക് 30 × 3 എന്ന് കിട്ടി. ക്ലിയർ ആയോ? 30 × 3 എന്ന് കിട്ടി. അങ്ങനെയെങ്കിൽ ഈ 0 ക്യാൻസലായി. 1 is equal to 9/10 ആണ് എനിക്ക് കിട്ടി. 1 is equal to 9/10 എന്ന് കിട്ടി. ഓക്കെ, എനിക്ക് കണ്ടുപിടിക്കാനുള്ളത് എന്താണ്? 1 is equal to 9/10 എന്നാണ് എനിക്ക് കിട്ടിയത്. ഓക്കെ, യെസ്. ഞാൻ എൻ്റെ ടോട്ടലായിട്ട് ഞാൻ അസ്യൂം ചെയ്ത ആളാരാണ്? അതായത് എനിക്ക് കിട്ടി 1 is equal to 9/10. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്ത സമയത്ത് ഞാൻ കണ്ടുപിടിച്ച വാല്യൂസ് എല്ലാം ഏത് വാല്യൂവിനനുസരിച്ചിട്ടാണ്? 900 എന്നുള്ള ആ വാല്യൂവിനനുസരിച്ചിട്ടാണ്. അപ്പോൾ 1 is equal to 9/10 900-നനുസരിച്ച് 1 is equal to 9/10 എന്ന് കിട്ടി. 900ഉം ആക്ച്വലായ നമ്മുടെ ടോട്ടൽ അല്ലെങ്കിൽ ആക്ച്വൽ വാല്യൂ തമ്മിലുള്ള റിലേഷനാണ് 1 is equal to 9/10. അങ്ങനെയെങ്കിൽ 900 is equal to എന്താണ്? 900 × 9/10. 900 × 9/10 ചെയ്യുമ്പം എനിക്ക് ആക്ച്വലായ ടോട്ടൽ വാല്യൂ കിട്ടും. അപ്പോൾ ഇത് 0 ക്യാൻസൽ ചെയ്തപ്പോൾ എനിക്ക് കിട്ടി 810. ഇതാണ് എന്ത്? എൻ്റെ ആക്ച്വൽ ടോട്ടൽ. ക്ലിയർ ആയല്ലോ? എൻ്റെ ആക്ച്വൽ ടോട്ടൽ എന്താണ്? 810. ഞാൻ എന്തുകൊണ്ടാണ് 900ൻ്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്തത്? ഞാൻ ഈ ഹോൾ പ്രോബ്ലം ഞാൻ സോൾവ് ചെയ്തത് 900ൻ്റെ ബേസിസിലാണ്. ഹോൾ പ്രോബ്ലം ഞാൻ സോൾവ് ചെയ്തത് 900ൻ്റെ ബേസിസിലാണ്. സോ അതുകൊണ്ട് 1 is equal to 9/10 ആണെങ്കിൽ നമ്മുടെ ആക്ച്വൽ വാല്യൂ ആയ 480 അനുസരിച്ച് 1 is equal to 9/10 ആണെങ്കിൽ 900 എന്തായിരിക്കും? 900ൽ എത്രയാണ്? 810 ആണ് നമ്മുടെ ടോട്ടൽ. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത് എന്താണ്? 5/18 ഓഫ് ദി ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് അല്ലേ? ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസിൻ്റെ 5/18 ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. സോ 810 × 5/18. ഞാനിത് സോൾവ് ചെയ്യുമ്പം ഇതാദ്യം നമുക്ക് രണ്ടും 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് 90 കിട്ടും. ഇവിടെ 2 കിട്ടും. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 45 കിട്ടും. 45 × 5 എന്ന് പറയുമ്പോൾ എന്താണ്? നോക്കിക്കോളൂ, 9 × 5 × 5 ആണ്. 5 × 5 25 ആണ്. 25 × 9 225 ആണ്. എൻ്റെ ആൻസർ എന്താണ്?
225. എൻ്റെ ആൻസർ എന്താണ്? ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ 225 ആണ്. 5/18 ഓഫ് ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്താണ്? 225 ആണ്. ചില പിള്ളേർ എന്ത് ചെയ്യും, നമുക്ക് ചിലപ്പോൾ ഓപ്ഷൻസിൽ 225 ഉണ്ടാവും, 810 എന്നുള്ള വാല്യൂ ഉണ്ടാവും. ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് 810 കണ്ടുപിടിച്ചു, ആ വാല്യൂ ടിക്ക് ചെയ്തിട്ട് നമ്മൾ പോകും. നമ്മളോട് ക്വസ്റ്റ്യനിൽ അവർ ചോദിച്ചത് ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് അല്ല, 5/18 ഓഫ് ദി ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ പ്രോപ്പറായിട്ട് വായിക്കുക. എന്താണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്, നമ്മളോട് കാണാൻ എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്നുള്ള കാര്യം ആദ്യം വായിച്ച് അത് മനസ്സിൽ ഉറപ്പിക്കുക. എന്നിട്ട് കറക്റ്റായ ആൻസർ മാർക്ക് ചെയ്യുക. ക്ലിയർ ആയല്ലോ? ഐദർ യു ക്യാൻ സോൾവ് ബൈ ദിസ് മെത്തേഡ്. ക്വൈറ്റ് സിംപ്ലർ ആയ ഒരു മെത്തേഡാണ്, കുറച്ചും കൂടെ നമുക്ക് സിമ്പിളായി സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാം? ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാം നോക്കിക്കോളൂ. ഗേൾസ് ഉണ്ട്, നമുക്ക് ആദ്യം തന്നിട്ടുള്ളത് ഗേൾസ് ആണ്, പിന്നെ നമുക്ക് ബോയ്സ് തന്നിട്ടുണ്ട്. 4/9 ആണ് ഗേൾസിൻ്റെ എണ്ണം, ബോയ്സിൻ്റെ എണ്ണം എന്താണ്? 5/9 ആണ്. ഈ സ്റ്റെപ്പ് വരെ ക്ലിയർ ആയല്ലോ? പിന്നെ നമുക്ക് എന്തുണ്ട്? 2 കേസ് ഉണ്ട്. ബിലോ 12 ഇയേഴ്സ് ഉണ്ട്, അതേപോലെ 12 ഇയേഴ്സും 12 ഇയേഴ്സ് ആൻഡ് എബവ്. ഇങ്ങനെ നമുക്ക് 2 കേസാണ് രണ്ടിലും ഉള്ളത്. ഓക്കെ, ഇപ്പുറത്തെ സൈഡിൽ ഞാൻ എഴുതണില്ല, 2 കേസാണ് ഉള്ളത്. ഇവിടെ എന്താണ് തന്നിട്ടുള്ളത്? ഗേൾസിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മുടെ ഗേൾസിൻ്റെ എണ്ണത്തിൻ്റെ 5/12 അല്ലേ? ഗേൾസിൻ്റെ എണ്ണത്തിൻ്റെ 5/12 എന്താണ്? 12 ഇയേഴ്സ് ആൻഡ് എബവിനേക്കാളും കൂടുതലാണ്. ആ ഒരു വാല്യൂ ആണ്. 4/9 ഇൻറ്റു 5/12 അല്ലേ? 4/9 ഇൻറ്റു 5/12 ആണ് എന്ത്? 12 ഇയേഴ്സ് ആൻഡ് എബവ്. നോക്കിക്കോളൂ, 4/9 ഇൻറ്റു 5/12. റിമൈനിങ് എന്താണ്? റിമൈനിങ് എന്ന് പറയുന്നത് ബിലോ 12 ഇയേഴ്സ് ആണ്. 5/12ൻ്റെ റിമൈനിങ് എന്താണ്? 7/12 ആണ്. സോ 4/9 ഇൻറ്റു 7/12. ക്ലിയർ ആയോ? ഇവിടെ നമുക്ക് 4ഉം 12ഉം ക്യാൻസൽ ആവും, ഇവിടെ നമുക്ക് 3 കിട്ടും. സോ അങ്ങനെ നമുക്ക് കിട്ടാൻ പോണത് 7 ഡിവൈഡഡ് ബൈ 27. 7 ഡിവൈഡഡ് ബൈ 27 എന്ന് കിട്ടി. ഇനി ബോയ്സിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പം 5/9ൻ്റെ 3/5 എന്താണ്? 12 ഇയേഴ്സിനേക്കാളും കുറവാണ്. സോ 3/5 ഇൻറ്റു 5/9 ഇവർ രണ്ടുപേരും ക്യാൻസലായി. ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്കിവിടെ 1/3 എന്ന് കിട്ടും അല്ലേ? കാൽക്കുലേഷൻസ് കറക്റ്റ് ആണല്ലോ അല്ലേ? യെസ്, അങ്ങനെ കിട്ടും. നമുക്ക് എന്താണ് തന്നിട്ടുള്ളത്? നമുക്ക് 480 അല്ലേ? നമുക്ക് 480 ആണ് നമ്മുടെ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ബിലോ 12 ഇയേഴ്സ്. അപ്പോൾ നമ്മൾ ആഡ് ചെയ്യുവാണ് 7/27 പ്ലസ് 1/3 ഈസ് ഈക്വൽ ടു എന്താണ്? 480. 7/27 പ്ലസ് 1/3 ഈസ് ഈക്വൽ ടു 480. സോ അപ്പോൾ ഇവിടെ നോക്കിക്കോളൂ, ഞാൻ ഇവിടെ എനിക്ക് ഡിനോമിനേറ്റർ സെയിം ആക്കണമെങ്കിൽ ഇയാളെ ഞാൻ 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും, ഇയാളെയും ഞാൻ 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. സോ എൻ്റെ ഫ്രാക്ഷൻ എന്തായി? 7/27 പ്ലസ് 9/27 ഇസ് ഈക്വൽ ടു 480 എന്നായി. 7/27 പ്ലസ് 9/27 ഇസ് ഈക്വൽ ടു 480 എന്നായി. സോ എനിക്കിവിടെ കിട്ടി. ഇത് സോൾവ് ചെയ്യുമ്പം ഞാനിവിടെ എഴുതാം 16 ഇസ് ഈക്വൽ ടു 480 ഇൻറ്റു 27. 16 ഇസ് ഈക്വൽ ടു 480 ഇൻറ്റു 27. അപ്പോൾ ഞാൻ ഇവരെ ക്യാൻസൽ ചെയ്യുമ്പം എനിക്ക് കിട്ടും 30. സോ 1 ഇസ് ഈക്വൽ ടു 30 ഇൻറ്റു 27. 1 ഇസ് ഈക്വൽ ടു എനിക്ക് എന്ത് കിട്ടി? 30 ഇൻറ്റു 27 കിട്ടി. പിന്നെ ഞാൻ സോൾവ് ചെയ്യുമ്പം എനിക്ക് 810 കിട്ടുന്നത്. 1 ഇസ് ഈക്വൽ ടു എന്താണ് എനിക്ക് കിട്ടിയത്? 30 ഇൻറ്റു 27. മനസ്സിലായോ? ഇവിടെ വേണമെങ്കിൽ നമ്മൾ ഈ 1 എന്ന് കൊടുക്കണതിന് പകരം ഇവിടെ ഞാൻ ടി എന്ന് വേണമെങ്കിൽ കൊടുക്കാം. അതായത് എൻ്റെ ഗേൾസിൻ്റെ എണ്ണം എന്താണ്? ടോട്ടലിൻ്റെ 4/9 പാർട്ട്. അതേപോലെ ബോയ്സിൻ്റെ എണ്ണം എന്താണ്? ടോട്ടലിൻ്റെ 5/9 പാർട്ട്. സോ എനിക്കിവിടെ ആക്ച്വലി കിട്ടിയത് എന്താണ്? ടി ഇസ് ഈക്വൽ ടു ആണ് ഞാൻ കണ്ടുപിടിച്ചത്. അങ്ങനെ ഒരു വേരിയബിൾ നമ്മൾ കൊടുക്കണമെന്ന് നിർബന്ധമില്ല. സെയിം റേഷ്യോയിൽ നമ്മൾ വേരിയബിൾസ് കൊടുത്ത് തന്നെ ചെയ്യണം നിർബന്ധമില്ല. എക്സാമിനേഷനിൽ നമ്മൾ സ്കൂൾ ക്ലാസ്സസിൽ അങ്ങനെയാണ് ചെയ്തത്. ഇവിടെ ഒരു ടി ഉണ്ടെങ്കിൽ എല്ലാ സ്റ്റെപ്സിലും നമുക്കൊരു ടി അല്ലെങ്കിൽ എക്സ് എന്നുള്ള ആ ഒരു വാല്യൂ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കും അല്ലേ? എക്സ് എന്നുള്ള ആ ഒരു വാല്യൂ വന്നുകൊണ്ടിരിക്കും. ഫൈനലി വി ഫൗണ്ട് വാട്ട് ഈസ് ടി ഇസ് ഈക്വൽ ടു
ടി ഈസ് ഈക്വൽ ടു 810. അങ്ങനെ നമുക്ക് ടോട്ടൽ 810 എന്ന് കിട്ടി. ആ 810യുടെ എന്താണ് കാണാനുള്ളത്? 5/18 ആണ് കാണാനുള്ളത്. 225 ഈസ് അവർ ആൻസർ. അപ്പോൾ രണ്ട് രീതിയിൽ നമ്മൾ ചെയ്താലും നമുക്ക് കിട്ടുന്ന ആൻസർ സെയിം ആണ്. ഇവിടെ ഫ്രാക്ഷൻസ് ഉണ്ടാവും. അപ്പോൾ ചില സമയത്ത് ഫ്രാക്ഷൻസ് ഇതേപോലെ ഇവിടെ നമുക്ക് കുറച്ച് ഈസി ആയിരുന്നു, ക്യാൻസലായി പോയി. എല്ലാ സമയത്തും നമുക്ക് അങ്ങനെ ക്യാൻസലായി പോകണമെന്നില്ല. ഫ്രാക്ഷൻസിൻ്റെ കാൽക്കുലേഷൻസ് കുറേ പേർക്ക് കുറച്ച് ടഫായി ഫീൽ ചെയ്യും. അതുകൊണ്ടാണ് ആ ഹോൾ നമ്പേഴ്സ് ചൂസ് ചെയ്യാൻ പറഞ്ഞത്. ഹോൾ നമ്പേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്കത് സോൾവ് ചെയ്ത് വരാൻ കുറച്ചും കൂടെ ഈസി ആയിരിക്കും. രണ്ട് മെത്തേഡിൽ ഏത് മെത്തേഡ് ചൂസ് ചെയ്താലും കുഴപ്പമില്ല, ആൻസർ നമുക്ക് സെയിം ആണ്. ക്ലിയർ ആയല്ലോ? യെസ്. Okay.